ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു Eduooz Pharmacy Academy. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ് ഇൻട്രാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് MCQs ആണ്. അപ്പോൾ ഡ്രഗ് ഇൻട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലാർജ് കണ്ടന്റ് ഓഫ് ഡ്രഗ്സിനെ പറ്റിയും അതിന്റെ തമ്മിലുള്ള ഇൻട്രാക്ഷൻസിനെ പറ്റിയൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ അതിൽ ഓരോ ഡ്രഗുകളും അതിന്റെ ഇൻട്രാക്ഷൻസ് മാക്സിമം നമ്മൾ കവർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. First question, which of the following is best to describe the drug interaction? ഒരു ഡ്രഗ് ഇൻട്രാക്ഷൻസിനെ ബെസ്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, a condition where two drugs have opposite effect on the body. B, the process by which the drug's effectiveness is increased when taken with the food. Option C, the situation where the combined effect of two or more drugs is different from the sum of their individual effect. Option D, the reactions that occur when a drug is taken in higher doses than prescribed. ഓപ്ഷൻ ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുള്ള ഡെഫിനിഷൻസ് അനുസരിച്ച് ഓപ്ഷൻ സി ആണ് വരിക. അപ്പൊ എന്താണ് ഡ്രഗ് ഇൻട്രാക്ഷൻ? ദ ഓപ്ഷൻ ഇസ് കറക്റ്റ്, സി ആണ്. ദ ഡ്രഗ് ഇൻട്രാക്ഷൻ occur when the effect of one drug are altered by the presence of another drug, food or supplement or any other substance. This can result in either an increase or decrease effectiveness and toxicity or both of the drugs. Okay, അതായത് രണ്ട് ഡ്രഗുകൾ കമ്പൈൻ ചെയ്ത് വെക്കുമ്പോൾ അതിന്റെ എഫക്ട് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ എഫക്റ്റുകളെക്കാൾ വ്യത്യാസമായിരിക്കണം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ്. ഇവിടെ പറയുന്നത് ഇൻക്രീസ്ഡ് എഫക്റ്റ് ആണ്. ഇതൊരു ടോക്സിക് ആണ്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ കൺസിഡർ ചെയ്യേണ്ട. പക്ഷെ ഓപ്പോസിറ്റ് എഫക്റ്റ് കൊണ്ട് മാത്രമല്ല ഡ്രഗ് ഇൻട്രാക്ഷൻ, അതുപോലെ ഇൻക്രീസ്ഡ് എഫക്റ്റ് മാത്രമല്ല ഡ്രഗ് ഇൻട്രാക്ഷൻ. ഇപ്പൊ രണ്ടെണ്ണം കമ്പൈൻ ചെയ്യുമ്പോൾ അവരുടെ ഇൻഡിവിജ്വൽ എഫക്റ്റിന്റെ സമ്മിനേക്കാൾ വ്യത്യസ്തമായ ഒരു റെസ്പോൺസ് കിട്ടുന്നതാണ് എന്ത്? ഡ്രഗ് ഇൻട്രാക്ഷൻ എന്ന് പറയാം. വിച്ച് മേ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫുഡ് അല്ലെങ്കിൽ ഡ്രഗ് ഓർ എനി സപ്ലിമെന്റ്സ്. ദിസ് ക്യാൻ റിസൾട്ട് ഇൻ എയ്തർ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ എഫക്റ്റീവ്നെസ് ഓഫ് ടോക്സിസിറ്റി ഓർ വൺ ഡ്രഗ് ഓർ ബോത്ത് ഡ്രഗ്. ഒന്നെങ്കിൽ എന്ത് ചെയ്യും? എഫക്റ്റീവ്നെസ് കൂടാം, അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് കുറയാം, അല്ലെങ്കിൽ ഈവൻ ടോക്സിസിറ്റി ആവാം. ഇപ്പോൾ ഒന്നിന്റെ ആവാം, അല്ലെങ്കിൽ രണ്ടിന്റെയും ടോക്സിസിറ്റി ആവാം. ഓക്കെ, the drug interaction can occur through various mechanisms including pharmacokinetic interaction, that is change in blood absorption, distribution, metabolism and excretion, or pharmacodynamic interaction, that direct interaction at the site of action. അപ്പൊ ഓപ്ഷൻ സി ആണ് എന്തത്? വളരെ ആക്യുറേറ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Then, which of the following drugs should be avoided in the combination with the acetaminophen due to the risk of hepatotoxicity? Hepatotoxicity വരാതിരിക്കാൻ വേണ്ടി അസെറ്റമിനോഫെൻ അല്ലെങ്കിൽ നമ്മുടെ പാരസെറ്റമോളിലൂടെ അവോയ്ഡ് ചെയ്യേണ്ട ഡ്രഗ് ഏതാണ്? ഓപ്ഷൻ എ ഇബുപ്രൂഫൻ, ഓപ്ഷൻ ബി കൊഡൈൻ, ഓപ്ഷൻ സി വാർഫാരിൻ ആൻഡ് ഓപ്ഷൻ ഡി ആൽക്കഹോൾ. ഏതാണ്? പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പലയിടത്തും പറഞ്ഞതാണ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ആൽക്കഹോൾ. അപ്പോ paracetamol is metabolized in liver. Both acetaminophen and alcohol can cause liver damage when taken in excessive amount. Though combining with the increasing risk of hepatotoxicity, which is liver damage, it is important to avoid the consumption of alcohol while taking acetaminophen. അസെറ്റാമിനോഫിനെ ഡിപ്ലീഷന് സഹായിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ മെറ്റബോളിസത്തിന് സഹായിക്കുന്ന ആ ഒരു എൻസൈം ഏതാണ്? ഗ്ലൂട്ടാത്തയോൺ ആണ്. ഗ്ലൂട്ടാത്തയോൺ ഡിപ്ലീഷൻ കൊണ്ടാണ് അസെറ്റാമിനോഫിൻ ടോക്സിസിറ്റി ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ എന്ത് എടുക്കണം? എൻ-അസറ്റൈൽ സിസ്റ്റീൻ എന്ന് പറയുന്ന പ്രിക്യൂസർ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ആൽക്കഹോൾ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, then which of the following analgesics can potential to increase the risk of bleeding when combined with the anticoagulant medications such as warfarin? വാർഫാരിൻ പോലെയുള്ള ആന്റികോയാഗുലന്റ് മെഡിക്കേഷൻസിന്റെ കൂടെ കൊടുക്കുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള റിസ്ക് ഉള്ള ഡ്രഗ് ഏതാണ്? ഓപ്ഷൻ എ ആസ്പിരിൻ, ഓപ്ഷൻ ബി അസെറ്റമിനോഫെൻ, ഓപ്ഷൻ സി നാൽപ്രോക്സൻ ആൻഡ് ഓപ്ഷൻ ഡി ട്രെമഡോൾ. ഏതാണ്? യെസ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, NSAID-യിലെ ആസ്പിരിൻ. അപ്പോ aspirin is an NSAID, that is non-steroidal anti-inflammatory drug that inhibit the platelet aggregation, which can risk in the increase in the risk of bleeding, especially when combined with anticoagulant medication like warfarin. It is essential to monitor the patient closely for the signs of bleeding when these medications are combined. അപ്പൊ ആസ്പിരിനും വാർഫാരിൻ പോലുള്ള ആന്റികോയാഗുലന്റും കമ്പൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ബ്ലീഡിംഗ് ടൈം ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യണം. അപ്പൊ ഇവര് തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്ത് കൊടുക്കരുത്. Which of the following medication can potentiate the side effect of opioids such as morphine? Morphine അല്ല, opioid കാറ്റഗറിയിൽ വരുന്ന മോർഫിനിന്റെ സൈഡ് എഫക്ട് പൊട്ടൻഷിയേറ്റ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? ഓപ്ഷൻ എ സിമെറ്റിഡിൻ, ഓപ്ഷൻ ബി ഫ്ലോക്സിറ്റിൻ, ഓപ്ഷൻ സി ഡയാസെപ്പാം ആൻഡ് ഓപ്ഷൻ ഡി റാനിറ്റിഡിൻ. ഏതാണ്?
യെസ്, ഒപ്പിയോഡ് അനാൽജസിക്സിന്റെ കൂടെ നമ്മൾ ഡിപ്രസൻസ് ഡ്രഗുകൾ കൊടുക്കരുതെന്ന് പറഞ്ഞു. കാരണം എന്താണ്, റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. സോ ഓപ്ഷൻ സി ഡയാസെപ്പം ആണ് കറക്റ്റ് ആൻസർ. സോ ഡയാസെപ്പം is a benzodiazepine medication that can potentiate the side effect of opioids such as morphine. Combining opioid with benzodiazepine can increase the risk of respiratory depression and sedation, which can be dangerous. This combination should be used very cautiously under the close medical supervision. Okay, next question. Which of the following medication is most likely to cause electrolytic imbalance when used concomitantly with the diuretics? Option A, non-steroidal anti-inflammatory drug. Option B, beta blockers. Option C, ACE inhibitors. And option D, calcium channel blockers. So correct answer ഏതാണ്? Yes, ഓപ്ഷൻ സി ആണ്, എ സി ഇൻഹിബിറ്റേഴ്സ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് എ സി ഇൻഹിബിറ്റേഴ്സ്. കാരണം എ സി ഇൻഹിബിറ്റേഴ്സിന് കമ്പൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഇലക്ട്രോലൈറ്റിക് ഇംബാലൻസുകൾ ഉണ്ടാവും. സോ ഇലക്ട്രോലൈറ്റിക് ഇംബാലൻസ് മെയിൻലി എന്താണ്, പൊട്ടാഷ്യത്തിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ പൊട്ടാഷ്യത്തിന്റെ ലെവലില് വ്യത്യാസം വരുന്നതുകൊണ്ട് തന്നെ എ സി ഇൻഹിബിറ്റേഴ്സ് നമ്മുടെ ആരുമായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കും, ഡയറോട്ടിക്സുമായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കും, വിച്ച് ലീഡ്സ് ടു പൊട്ടാഷ്യം അയൺ ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസുകൾ ഉണ്ടാവും. അപ്പൊ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി ആണ്, എ സി ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, then next question. Which of the following diuretics is most likely to potentiate the nephrotoxic effect of other medications such as aminoglycosides antibiotics? അപ്പൊ aminoglycosides antibiotics ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഇതിൽ ഏത് ഡയറോട്ടിക് ആണ് എന്താണ് നെഫ്രോടോക്സിക് എഫക്ട് കൂട്ടുന്നതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ diuretic, option B loop diuretics, option C potassium sparing diuretic, and option D carbonic anhydrase inhibitors. അപ്പം ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ലൂപ്പ് ഡയറോട്ടിക്സ്. ലൂപ്പ് ഡയറോട്ടിക്സ് ആൾസോ നോൺ ഫോർ their potential diuretic effect can increase the risk of nephrotoxicity when used concomitantly with other medications such as aminoglycoside antibiotic. Loop diuretic can enhance the ototoxic and nephrotoxic level of aminoglycosides by increasing the renal clearance and potentially leads to the acute kidney injury. Okay, അപ്പോ ലൂപ്പ് നമുക്കറിയാം, അമിനോഗ്ലൈക്കോസൈഡ്സ് എന്ന് പറഞ്ഞ ഡ്രഗിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്ട് ആണ് എന്ത്, ഓട്ടോടോക്സിറ്റി ആൻഡ് നെഫ്രോടോക്സിറ്റി. അപ്പൊ ലൂപ്പ് ഡയറോട്ടിക്സിന്റെ കൂടെ കമ്പൈൻ ചെയ്ത് കൊടുക്കുമ്പോഴേക്ക് അമിനോഗ്ലൈക്കോസൈഡ്സിന്റെ ഓട്ടോടോക്സിറ്റിയും നെഫ്രോടോക്സിറ്റിയും എന്ത് ചെയ്യും, കൂടും. അപ്പോ which of the following drug is most likely to potentiate the nephrotoxic effect of aminoglycosides which are concomitantly used together എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, ലൂപ്പ് ഡയറോട്ടിക്സ്. അപ്പൊ ലൂപ്പ് ഡയറോട്ടിക്സ് ആണ് എന്ത്, അമിനോഗ്ലൈക്കോസൈഡ്സിന്റെ നെഫ്രോടോക്സിറ്റിയും ഓട്ടോടോക്സിറ്റിയും കൂട്ടുന്നത്. Then, which of the following medication can reduce the effectiveness of loop diuretics when used together? Loop diuretics ന്റെ effectiveness കുറയ്ക്കുന്ന ഡ്രഗ് ഏതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ proton pump inhibitors, ഓപ്ഷൻ ബി statins, ഓപ്ഷൻ സി anticoagulants and ഓപ്ഷൻ ഡി corticosteroids. അപ്പോ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്. പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ക്യാൻ റെഡ്യൂസ് ദ റീനൽ എക്സ്ക്രീഷൻ ഓഫ് ലൂപ്പ് ഡയറോട്ടിക്സ് ബൈ ഇൻക്രീസിംഗ് ദ gastric pH, which decrease the solubility and absorption of loop diuretics in acidic environment of stomach. As a result, the concurrent use of proton pump inhibitors and loop diuretics may reduce the diuretic effect of loop diuretics, potentially lead to the suboptimal therapeutic outcomes in patients requiring diuretic therapy. അതായത് ഡയൂറിറ്റിക്സിന്റെ സോലിബിലിറ്റിയും അബ്സോർപ്ഷനും കുറച്ചാണ്. അസിഡിക് എൻവയോൺമെന്റിൽ ഡയൂറിറ്റിക്സിന്റെ സോലിബിലിറ്റിയും അബ്സോർപ്റ്റിവിറ്റിയും കുറച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുക, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് അതിന്റെ എഫക്ട് കുറയ്ക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഡയൂറിറ്റിക് എഫക്ട് കുറയും, സബ് ഒപ്റ്റിമൽ തെറാപ്യൂട്ടിക് ഔട്ട്കം ആണ് നമുക്ക് കിട്ടുക. പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, അസിഡിക് എൻവയോൺമെന്റ് കുറയ്ക്കുക, അതായത് ആസിഡിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രോട്ടോൺ പമ്പിംഗ് എന്ന് പറയുന്ന ആസിഡിന്റെ പ്രൊഡക്ഷൻ നമ്മൾ ഫാർമക്കോളജിയിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പൊ ആ ഫാർമക്കോളജിക്കൽ ആ ഒരു സ്റ്റെപ്പിനെ എന്ത് ചെയ്യും, ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ഇൻഹിബിറ്റ് ചെയ്യുകയും അസിഡിക് ബേസിൽ മാത്രം അബ്സോർബ് ചെയ്യപ്പെടുന്ന നമ്മുടെ ലൂപ്പ് ഡയറൂട്ടിക്സിന്റെ അബ്സോർപ്ഷനെ കുറയ്ക്കുന്നു. സോ എഫക്ട് കുറയ്ക്കുന്നു, സബ് ഒപ്റ്റിമൽ ലെവലാണ് കിട്ടുക. അപ്പൊ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ആണ് അതിന്റെ ആൻസർ. Then, which of the following drug can potentiate the anticoagulant effect of warfarin? Warfarinന്റെ anticoagulant effectനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആസ്പിരിൻ, ഓപ്ഷൻ ബി അമിയോഡറോൺ, ഓപ്ഷൻ സി ക്ലോപ്പിഡോഗ്രൽ ആൻഡ് ഓപ്ഷൻ ഡി ഡിജോക്സിൻ. ഏതാണ്? Amiodarone. Amiodarone can potentiate anticoagulant effect of warfarin by inhibiting its metabolism, leads to increase of bleeding. Aspirin എന്ത് ചെയ്യാം, ഇതിന്റെ ബ്ലീഡിങ് റെസ്പോൺസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ക്ലോപ്പിഡോഗ്രലും
അതിന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് അമിയോഡർ ആണ് തരുന്നത്. നമ്മൾ എന്താണ് ആ ഒരു MCQs ലെവലിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആൻസർ അമിയോഡറോൺ ആണ്. ഇത് മൂന്നും കൂടെ ഓപ്ഷനിൽ മിക്കവാറും തരില്ല. പിന്നെ ഇങ്ങനെ ഒരു MCQ കണ്ടതുകൊണ്ട് ഓപ്ഷൻസ് കുറച്ച് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നത്. ഓക്കെ, which of the following drugs should be avoided with prescribing a calcium channel blockers due to the risk of additive hypertension? Option A, angiotensin converting enzyme and inhibitors. Option B, beta blockers. And option C, statins. And option D, loop diuretics. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ MCQs കണ്ടപ്പോൾ ഇതിൽ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം നമുക്ക് ആൻസർ ആയിട്ട് പറയാം. ഓപ്ഷൻ ബി ബീറ്റ ബ്ലോക്കേഴ്സ് പറയാം. ആൻഡ് ഓപ്ഷൻ ഡി ലൂപ്പ് ഡയററ്റിക്സും ആൻസർ ആയിട്ട് തന്നെ പറയാം. അവർ ആൻസർ ആയിട്ട് തന്നിരിക്കുന്നത് ലൂപ്പ് ഡയററ്റിക്സ് ആണ്. ഓക്കെ, ഇത് മൂന്നും കറക്റ്റ് തന്നെയാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following drug can increase the risk of hyperkalemia when taken concomitantly with an angiotensin converting enzyme inhibitors? അതായത് ഹൈപ്പർകലീമിയ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈംസിന്റെ കൂടെ കമ്പൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഹൈപ്പർകലീമിയ ഉണ്ടാക്കുന്ന ഡ്രഗ് ഏതാണെന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ആൻസർ എന്ന് പറയുന്നത് സ്പൈറനോലാക്ടോൺ ആണ്. കാരണം അതൊരു പൊട്ടാഷ്യം സ്പൈറിംഗ് ഡയറോട്ടിക് ആണ്. അപ്പോൾ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈമിന്റെ കൂടെ ഈ പൊട്ടാഷ്യം സ്പൈറിംഗ് ഡയറോട്ടിക്സ് കമ്പൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാം? ഹൈപ്പർകലീമിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാവാം. അപ്പോൾ സ്പൈറനോലാക്ടോൺ ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഹൈപ്പർകലീമിയ വെൻ ടേക്കൺ വിത്ത് ACE inhibitors due to its potassium sparing effect. Potentially leads to life-threatening arrhythmia. Okay. Then, which of the following drug combination is most likely to result a clinically significant drug-drug interaction? അപ്പോൾ താരതമ്യത്തിലുള്ളത് ഏതാണെന്ന് ഒരു ഡ്രഗ് ഇന്ററാക്ഷൻസിന്റെ എക്സാമ്പിൾ എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ആൻഡ് ആസ്പിരിൻ, H2 റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആൻഡ് ആന്റാസിഡ്സ്, ആന്റികോളർജിക് ആൻഡ് ഹിസ്റ്റമിൻ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആൻഡ് ആന്റാസിഡ്സ് ആൻഡ് ലാക്സേറ്റീവ്സ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ആൻഡ് ആസ്പിരിൻ. The proton pump inhibitors and aspirin commonly used to reduce the stomach acid production, while aspirin is a non-steroid anti-inflammatory drug that can increase the risk of gastric ulcers and gastrointestinal bleeding. When taken together, the proton pump inhibitors may reduce the effectiveness of aspirin, preventing the platelet aggregation, potentially increasing the risk of cardiovascular events, patients requiring aspirin therapy to a cardiovascular protection. Therefore, the combination requires the caution and careful monitoring for potential interactions and side effects. Okay. പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്? H2 റിസപ്റ്റേഴ്സ് ആന്റഗോണിസ്റ്റ് ആൻഡ് ആന്റാസിഡ്സ് അവർ തമ്മിൽ പ്രത്യേക ആക്ഷൻസ് ഒന്നുമില്ല. അതുപോലെ ആന്റികോളർജിക് ഹിസ്റ്റമിക് റിസപ്റ്റേഴ്സ് ആന്റഗോണിസ്റ്റും തമ്മിലും പ്രത്യേക ആക്ഷൻ ഇല്ല. അതുപോലെ ആന്റാസിഡ് ലാക്സേറ്റീവ്സും തമ്മിലും പ്രത്യേക ആക്ഷൻ ഒന്നുമില്ല. പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സും ആസ്പിരിനും കൂടെ കമ്പൈൻ ചെയ്ത് കൊടുക്കുമ്പോഴാണ് എന്ത് അവിടെ കാർഡിയോവാസ്കുലർ ഇവന്റ്സിലുള്ള ആസ്പിരിന്റെ ആ ഒരു ആക്ടിവിറ്റി അത് കുറയ്ക്കും. പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ആൻഡ് ആസ്പിരിൻ കമ്പൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ആസ്പിരിൻ ഗ്യാസ്ട്രിക് അൾസേഴ്സിന്റെ ഉണ്ടാക്കാനുള്ള ഒരു ഡ്രഗ് ആണ്. ഇത് കമ്പൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ്? ആസ്പിരിന്റെ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ കപ്പാസിറ്റി അവരത് പ്രിവെന്റ് ചെയ്യും. ദെയർഫോർ എന്താണ്? ആ കാർഡിയക് പ്രൊട്ടക്ഷൻ എഫക്ട് ഉണ്ടാവില്ല. Okay. Then, which of the following drug can potentiate the hypoglycemic activity of sulfonylureas? Sulfonylureas ന്റെ hypoglycemic activity potentiate ചെയ്യുന്ന ഡ്രഗ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. That എന്താണ്? Proton pump inhibitors, B, non-steroidal anti-inflammatory drugs, C, beta blockers, and option D, fluoroquinone antibiotics. അപ്പൊ ഏതാണ്? ബീറ്റ ബ്ലോക്കേഴ്സ് ആണ്. കാരണം ബീറ്റ ബ്ലോക്കേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു എക്സാമ്പിളിന്റെ കാര്യം എടുത്ത് പറഞ്ഞതാണ്. Option C, beta blockers. Beta blockers can mask the symptoms of hypoglycemia, that is tachycardia and tremors, making it difficult for patient to recognize the low blood sugar levels and making sulfonylureas. ആ ഇൻസുലിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ സൾഫonylureasന് നമുക്കത് ആപ്ലിക്കബിൾ ആണ്. അതായത് ഈ ഡ്രഗ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൈപ്പോഗ്ലൈസീമിക് എഫക്റ്റിനെ തിരിച്ചറിയാൻ എന്ത് പറ്റില്ല? ബീറ്റ ബ്ലോക്കേഴ്സ് കഴിക്കുന്നതിലൂടെ പറ്റില്ല. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Then, which of the following hypoglycemic agents may increase the risk of lactic acidosis when combined with metformin? മെറ്റ്ഫോർമിനായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ലാക്ടിക് അസിഡോസിസ് ഉണ്ടാക്കുന്ന ഡ്രഗ് ഏതാണ്? ഓപ്ഷൻ എ, സ്റ്റാറ്റിൻ. ഓപ്ഷൻ ബി, ACE inhibitors. ഓപ്ഷൻ സി, thiazide diuretics. And option D, contrast media used in imaging studies. കറക്റ്റ് ആൻസർ ഏതാണ്? Contrast media using in imaging studies. Okay. The contrast media used in imaging studies. Metformin can increase the risk of lactic acidosis
particularly in patients with impaired renal function. When combined with the contrast media used in imaging studies, the risk of lactic acidosis may further increase, especially in the patient with renal impairment. Okay, അപ്പൊ കോൺട്രാസ്റ്റ് മീഡിയ യൂസ്ഡ് ഇൻ ഇമേജിംഗ് സ്റ്റഡീസ് എന്ന് പറയുന്നത് എന്താണ്? ലാക്ടിക് അസിഡോസിസ്, മെറ്റ്ഫോർമിനുമായിട്ട് കമ്പയർ ചെയ്ത് കൊടുക്കുമ്പോൾ ലാക്ടിക് അസിഡോസിസ് ഉണ്ടാക്കുന്ന ഒരു ഡ്രഗ് ആണ്. ഓക്കെ, then next question. Which of the following medications are decreased in the effectiveness of insulin therapy? Insulin therapyയുടെ എഫക്ട് ഡിക്രീസ് ചെയ്യുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ്? എ, ഗ്ലൂക്കോഗോൺ ലൈക്ക് റിസപ്റ്റേഴ്സ് 1 റിസപ്റ്റർ അഗോണിസ്റ്റ്, ആൽഫ ഗ്ലൈക്കോസിഡേസ് ഇൻഹിബിറ്റേഴ്സ്, തൈറോയിഡ് ഹോർമോൺസ് ആൻഡ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്. ഇതിൽ ഏതാണ് ഇൻസുലിൻ തെറാപ്പിയുടെ എഫക്റ്റീവ്നെസ് കുറയ്ക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്. അതായത് corticosteroids can induce the insulin resistance and leads to hyperglycemia, thereby decreasing the effectiveness of insulin therapy. The patient on corticosteroids may require adjustment in their insulin dosage to maintain adequate glycemic control. നമുക്കറിയാം corticosteroids എന്ന് പറയുമ്പോൾ നമ്മുടെ അഡ്രിനാലിനെ പോലെയുള്ള ഫ്ലൈറ്റ് റെസ്പോൺസ് ഒക്കെ തരുന്ന ഡ്രഗുകളുണ്ട് കോർട്ടിക്കോസ്റ്റെറോയിഡ്സിൽ. അപ്പൊ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ഡ്രഗുകൾ എടുക്കുന്ന പേഷ്യൻസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്, ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവും. അപ്പൊ ആ ഇൻസുലിന്റെ ഡോസിൽ എന്ത് ചെയ്യണം? വേരിയേഷൻസ് ഉണ്ടാകണം. Then which drug vitamin interaction can leads to reduced effectiveness of medication? അപ്പൊ ഈ വൈറ്റമിൻസിന്റെ ഇന്ററാക്ഷൻ ആണ് ചോദിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ എ വാർഫാരിൻ ആൻഡ് വൈറ്റമിൻ കെ, ടെട്രാസൈക്ലിൻ ആന്റിബയോട്ടിക് ആൻഡ് വൈറ്റമിൻ സി, മെത്തോട്രക്സേറ്റ് ആൻഡ് ഫോളിക് ആസിഡ്, ലീവോതെറോക്സിൻ ആൻഡ് വൈറ്റമിൻ ഡി. അപ്പൊ ഏതാണ്? യെസ്, വാർഫാരിൻ ആൻഡ് വൈറ്റമിൻ കെ ആണ്. കാരണം വാർഫാരിൻ എന്ന് പറയുന്ന ഒരു ആന്റി കൊയാഗുലന്റ് ഡ്രഗ് ആണ്. അപ്പോ മെഡിക്കേഷന്റെ എഫക്ട് ഡിക്രീസ് ചെയ്താണ് ചെയ്യുന്നത്. കാരണം ഇവിടെ നമ്മൾ ടെട്രാസൈക്ലിൻ ആന്റിബയോട്ടിക്സ് വൈറ്റമിൻ സിയുടെ കാര്യം ഇന്ററാക്ഷൻ ഒന്നും പഠിച്ചിട്ടില്ല. മെത്തോട്രക്സേറ്റ് ഫോളിക് ആസിഡിന്റെ എമൗണ്ട് ആണ് കുറയ്ക്കുന്നത്, അല്ലാതെ ഫോളിക് ആസിഡ് മെത്തോട്രക്സേറ്റിനെ ഒന്നും ചെയ്യുന്നില്ല. ലീവോതെറോക്സിൻ ആൻഡ് വൈറ്റമിൻ ഡിയും സിഗ്നിഫിക്കന്റ് അല്ല. അപ്പൊ വാർഫാരിൻ എന്ന് പറഞ്ഞ ഡ്രഗിന്റെ എഫക്റ്റിനെയാണ് വൈറ്റമിൻ കെ കുറയ്ക്കുന്നത്. കാരണം എന്താണ്? വൈറ്റമിൻ കെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, വാർഫാരിന്റെ എഫക്റ്റ് ആണ് അവിടെ കുറയ്ക്കപ്പെടുന്നത്. സോ the warfarin is an anticoagulant medication work by inhibiting the vitamin K dependent clotting factor. Taking vitamin K supplement result in counteract the effect of warfarin, potentially leads to reduced effectiveness of the medication. Okay, then which drug vitamin interaction can increase the risk of kidney stones? Option A proton pump inhibitors and vitamin B12, option B loop diuretic and vitamin C, option C statin and vitamin E, then ACE inhibitors and vitamin D. ഏതാണ്? ലൂപ്പ് ഡയററ്റിക് ആൻഡ് വൈറ്റമിൻ സി. അതായത് ലൂപ്പ് ഡയററ്റിക് ആൻഡ് വൈറ്റമിൻ സി, ദ ലൂപ്പ് ഡയററ്റിക് increase the urinary excretion of calcium and high dose of vitamin C can also increase the urinary excretion of calcium, leading to an increased risk of kidney stone formation and they taken together. അതായത് ഡ്രഗ് വൈറ്റമിൻ ഇന്ററാക്ഷൻ യൂഷ്വലി റിസ്ക് ഇൻ കിഡ്നി സ്റ്റോൺ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ കിഡ്നി സ്റ്റോൺ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അതുവഴി കൂടുതൽ കാൽഷ്യം എലിമിനേറ്റ് ചെയ്യണം. അത് വൈറ്റമിൻ സി കാൽഷ്യം എലിമിനേഷൻ കൂട്ടും, അതുപോലെ ലൂപ്പ് ഡയററ്റിക്സും വൈറ്റമിൻ കാൽഷ്യം എലിമിനേഷൻ കൂട്ടും. അപ്പൊ എന്താണ്? ഇൻക്രീസ് റിസ്ക് ഓഫ് കാൽഷ്യം, അതായത് കിഡ്നി സ്റ്റോണുകൾ കൂടുതലായിട്ട് ഉണ്ടാകാം. Then the drug vitamin interaction leads to elevated blood pressure. Blood pressure eliminate ചെയ്യാനുള്ള drug vitamin interaction ഏതാണ്? Option A calcium channel blockers and vitamin D, option B beta blockers and vitamin K, option C angiotensin converting enzyme and potassium, and option D diuretic and vitamin B6. ഏതാണ് എലിവേറ്റഡ് ബ്ലഡ് പ്രഷർ ഉണ്ടാക്കുന്നത്? യെസ്, ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ആൻഡ് പൊട്ടാഷ്യം ആണ്. അതായത് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ആൻഡ് പൊട്ടാഷ്യം, AC inhibitors increase the potassium level in the blood, and taking potassium supplement or potassium rich food along with this medication elevate the potassium level, potentially leads to elevated blood pressure and other complications. അപ്പൊ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഹൈപ്പർ പൊട്ടാഷ്യം, അത് പൊട്ടാഷ്യം ലെവൽ കൂട്ടും, പൊട്ടാഷ്യം സപ്ലിമെന്റും പൊട്ടാഷ്യം ലെവൽ കൂട്ടും. പൊട്ടാഷ്യം ലെവൽ കൂട്ടിയാൽ എന്ത് ചെയ്യും? BP കൂടും. സോ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം പൊട്ടാഷ്യം ആണ് കറക്റ്റ് ആൻസർ. Then which of the following food should be avoided when taking MAVO? അതായത് മോണോ അമീൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന മാവോസ് കൊടുക്കുമ്പോഴത്തേക്ക് അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഏതാണ്? ഓപ്ഷൻ എ ബനാന, ഓപ്ഷൻ ബി അവക്കാഡോ, ഓപ്ഷൻ സി സ്പിനാച്ച് ആൻഡ് ഓപ്ഷൻ ഡി ഗ്രേപ്പ് ഫ്രൂട്ട്. ഏതാണ്? ഗ്രേപ്പ് ഫ്രൂട്ട് ആണ്. ബിക്കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേപ്പ് ഫ്രൂട്ട് എല്ലാത്തിന്റെയും മെറ്റബോളിസത്തിനെ എലിമിനേറ്റ് ചെയ്യുമെന്ന് പറയുന്നല്ലോ. ഗ്രേപ്പ് ഫ്രൂട്ടിന്റെ ജ്യൂസിന്റെ. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. മാവോ ക്യാൻ ഇന്ററാക്ട് വിത്ത് ഫുഡ് വിത്ത് ഹൈ തൈറമിൻ സച്ച് ആസ് ഏജ്ഡ് ചീസ്, കേർഡ് മീറ്റ് ആൻഡ് ഫെർമെന്റഡ് ഫുഡ് ലൈക്ക് sauerkraut. Their option A and B are not typically correct. എന്താണ്? തൈറമിൻ റിച്ച് ഫുഡ് അല്ല. ഓപ്ഷൻ ഡി ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? തൈറമിൻ റിച്ച് ഫുഡ് ആണ്. സോ ഗ്രേപ്പ് ഫ്രൂട്ട് അല്ലെങ്കിൽ ഗ്രേപ്പ് ജ്യൂസ് ആണ് കറക്റ്റ് ആൻസർ.
Then warfarin and anticoagulant interact with which of the following food? വാർഫാരിൻ ഏത് ഫുഡുമായിട്ടാണ് കൂടുതൽ റിയാക്ട് ചെയ്യുക? ഓപ്ഷൻ എ ലീഫി ഗ്രീൻ ലൈക്ക് kale, option B citrus fruit like orange, option D dairy product like milk, and option D shellfish like shrimp. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ്, ലീഫി വെജിറ്റബിൾ ആണ്. ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു ലീഫി വെജിറ്റബിൾസിൽ വൈറ്റമിൻ കെ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ക്ലോട്ടിങ് കൂടും. വാർഫാരിന്റെ എന്താണ് കൗണ്ടറാക്ട് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പൊ ലീഫി ഗ്രീൻ ആയിട്ടുള്ള വെജിറ്റബിൾസ് ബ്രൊക്കോളി ഒക്കെ എന്താണ് അതിന്റെ കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ വാർഫാരിൻ ഇന്ററാക്ട് വിത്ത് ഫുഡ് വിത്ത് ഹൈ വൈറ്റമിൻ കെ സച്ച് ആസ് ലീഫി ഗ്രീൻ ആൻഡ് കെ spinach. So option A is correct answer. Then which of the following like beverages should be avoided when taking certain antibiotic like ciprofloxacin? Ciprofloxacin ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ബിവറേജസ് ഏതാണ്? ഓപ്ഷൻ എ ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസ്, ഓപ്ഷൻ ബി കാൻബറി ജ്യൂസ്, ഓപ്ഷൻ സി ഗ്രീൻ ടീ, ആൻഡ് ഓപ്ഷൻ ഡി ഓറഞ്ച് ജ്യൂസ്. ഓപ്ഷൻ ഏതാണ്? അപ്പോ സിപ്രോഫ്ലോക്സാസിന്റെ കാര്യവും ടെട്രാസൈക്ലിന്റെ കാര്യവും നമ്മൾ പറഞ്ഞിരുന്നു. കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ എന്താണ് കഴിക്കുന്ന ആൾക്കാര്, അതായത് കാൽഷ്യം റിച്ച് ഫുഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, അത് തമ്മിൽ ഇന്ററാക്ട് ചെയ്തിന്റെ അബ്സോർപ്ഷൻ പ്രിവെന്റ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സിപ്രോഫ്ലോക്സാസിനും അതുപോലെ തന്നെ നമ്മുടെ ടെട്രാസൈക്ലിനും ഓക്കെ, നമ്മുടെ ടെട്രാസൈക്ലിനും സിപ്രോഫ്ലോക്സാസിനും കഴിക്കുമ്പോൾ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കരുത്. കാരണം എന്താണ്, അതിന്റെ അബ്സോർപ്ഷനെ പ്രിവെന്റ് ചെയ്യും. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഗ്രീൻ ടീയിൽ വൈറ്റമിൻ കെ ആണ്, കാൻബറി ജ്യൂസിലും ഒക്കെ തൈറമിൻ ആണ്, ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസിൽ തൈറമിൻ ആണ്. അപ്പൊ അതിനൊന്നും ഇവിടെ സിഗ്നിഫിക്കന്റ് റോൾ ഇല്ല. അപ്പൊ ഓപ്ഷൻ ഡി ഓറഞ്ച് ജ്യൂസ് ആണ് കറക്റ്റ് ആൻസർ. Which of the following herb can interact with the blood thinning medications like aspirin and warfarin? ആസ്പിരിനും വാർഫാരിനും പോലെയുള്ള ബ്ലഡ് തിന്നിങ് മെഡിക്കേഷൻ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഹെർബ് ഏതാണ്? ഓപ്ഷൻ എ ഗാർലിക്, ഓപ്ഷൻ ബി ബേസിൽ, ഓപ്ഷൻ സി ഒറിഗാനോ, ആൻഡ് ഓപ്ഷൻ ഡി സിലാൻഡ്രോ. അപ്പൊ ഏതാണ്? ഗാർലിക് ആണ്. ഗാർലിക് ഹാവ് ആന്റി പ്ലേറ്റ്ലെറ്റ് എഫക്ട് ആൻഡ് എൻഹാൻസ് ദ എഫക്ട് ഓഫ് ബ്ലഡ് തിന്നിങ് മെഡിക്കേഷൻസ്. സോ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. അപ്പൊ നമുക്കറിയാം എന്താണ് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ളവർക്ക് വെളുത്തുള്ളി ഒന്നും അധികം ഉപയോഗിക്കരുതെന്ന് പറയും. കാരണം എന്ന് പറഞ്ഞാൽ ആന്റി പ്ലേറ്റ്ലെറ്റ് എഫക്ട് ഉള്ള ഒരു ഡ്രഗ് ആണ് വെളുത്തുള്ളി എന്ന് പറയുന്നത്. സോ ഗാർലിക് നമ്മുടെ ബ്ലഡ് തിന്നിങ് മെഡിക്കേഷനിലേക്ക് ആസ്പിരിൻ വാർഫറിനും ആയിട്ട് കമ്പയർ ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യും, ബ്ലഡ് തിന്നിങ് എഫക്ട് കൂടും. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഈ ഫുഡ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ വീട്ടിലുള്ളവരായിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്താൽ നമുക്ക് കുറെ കിട്ടും, ഡ്രഗ് ഫുഡ് ഇന്ററാക്ഷൻസ് എന്ന് പറഞ്ഞത്. ഓക്കെ, which of the following food can reduce the absorption of levothyroxine medication for hypothyroidism? ഹൈപ്പോതൈറോയിഡിസത്തിന് കൊടുക്കുന്ന ലീവോതൈറോക്സിന്റെ എന്താണ് അബ്സോർപ്ഷനെ പ്രിവെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ആക്ടിവിറ്റിയെ പ്രിവെന്റ് ചെയ്യുന്ന ഫുഡ് ഏതാണ്? ഓപ്ഷൻ എ കോഫി, ഓപ്ഷൻ ബി മിൽക്ക്, ഓപ്ഷൻ സി ഹോൾ ഗ്രെയിൻ, ആൻഡ് ഓപ്ഷൻ ഡി ഫ്രഷ് ഫ്രൂട്ട്. ഏതാണ്? കോഫിയാണ്. കോഫി ക്യാൻ ഡിക്രീസ് ദ അബ്സോർപ്ഷൻ ഓഫ് ലീവോതൈറോക്സിൻ. സോ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. അപ്പോൾ കോഫിക്ക് എന്ത് ചെയ്യും, ലീവോതൈറോക്സിന്റെ അബ്സോർപ്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Then, which of the following food can interact with the certain statins lead to increased risk of muscle pain and weakness? Muscle pain ഉം weakness ഉണ്ടാക്കുന്ന statins ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? ഫുഡ് ഏതാണ്? ഓപ്ഷൻ എ റെഡ് മീറ്റ്, ഓപ്ഷൻ ബി നട്ട്, ഓപ്ഷൻ സി ഗ്രേപ്പ് ഫ്രൂട്ട്, ആൻഡ് ഓപ്ഷൻ ഡി ഹോൾ ഗ്രെയിൻസ്. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ സി ആണ്, ഗ്രേപ്പ് ഫ്രൂട്ട് ആണ്. ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഗ്രേപ്പ് ഫ്രൂട്ട് ഇന്ററാക്ട് വിത്ത് സ്റ്റാറ്റിൻ സച്ച് ആസ് സിംവാസ്റ്റാറ്റിൻ ആൻഡ് അറ്റോർവാസ്റ്റാറ്റിൻ ലീഡിംഗ് ടു ദെയർ കോൺസെൻട്രേഷൻ ഇൻ ദ ബ്ലഡ് ആൻഡ് പൊട്ടൻഷ്യലി ലീഡ്സ് ടു മസിൽ റിലേറ്റഡ് സൈഡ് എഫക്ട്. സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. അതായത് ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസ് നമ്മൾ എന്താ സ്റ്റാറ്റിൻസ്, അറ്റോർവാസ്റ്റാറ്റിനും സിംവാസ്റ്റാറ്റിനും ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസ് അതിന്റെ കൂടെ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ വിച്ച് ലീഡ്സ് ടു പൊട്ടൻഷ്യൽ എന്താണ് സൈഡ് എഫക്ട് ഇൻ മസിൽ. സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. Then, which of the following food can potentiate the effect of benzodiazepine leads to increased sedation and drowsiness? Sedation and drowsiness കൂട്ടുന്ന, അത് ബെൻസോഡൈസെപ്പിൻ പോലുള്ള ഡിപ്രസൻസിന്റെ കൂടെ കഴിക്കുമ്പോൾ സെഡേഷനും ഡ്രൗസിനെസ്സും കൂട്ടുന്ന ഡ്രഗ് ഏതാണ്? ഓപ്ഷൻ എ ലീഫി ഗ്രീൻ, ഓപ്ഷൻ ബി ആൽക്കഹോൾ, ഓപ്ഷൻ സി സിട്രസ് ഫ്രൂട്ട്, ആൻഡ് ഓപ്ഷൻ ഡി ലെഗ്യൂംസ്. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ ബി ആണ്, ആൽക്കഹോൾ ആണ്. കാരണം എന്താണ്, സെൻട്രൽ നെർവസ് സിസ്റ്റം ഡിപ്രസന്റ് ആണ്. ബെൻസോഡൈസെപ്പിന്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഇൻക്രീസിംഗ് ദ സെഡേഷൻ ആൻഡ് ഡ്രൗസിനെസ്. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. സോ ദാറ്റ്സ് ഓൾ. അപ്പൊ ഇത്രയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതിൽ 2-3 ക്വസ്റ്റ്യൻസിൽ 3-4 ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വന്നിരുന്നു. അപ്പൊ അത് കണ്ടെങ്കിലും അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണ് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ PSC ക്ക് ചോദിക്കുമ്പോൾ ആ എല്ലാ ഓപ്ഷൻസും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് പറയുന്ന രീതിയിൽ അത് മാറ്റും.
ഓക്കെ, അപ്പോൾ എല്ലാവരും MCQs മാക്സിമം, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞ പോർഷനും ഡ്രഗ് ഇന്ററാക്ഷനിലും MCQs മാക്സിമം എന്താണ് അറ്റൻഡ് ചെയ്യുക. നമുക്ക് ഇവിടുന്ന് എഡ്യൂസിൽ തന്നെ നമുക്ക് ഗൈഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൽ മാക്സിമം MCQs ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം വർക്ക്ഔട്ട് ചെയ്ത് പോയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.